കർത്താവിൻ്റെ വലിയ സാന്നിധ്യമുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for the presence of the Lord. നമുക്ക് ഇന്നത്തെ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി ഒരു വേദഭാഗം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37, 38 എന്നീ വാക്യങ്ങൾ. Gospel of John, chapter 7, verse 37 and 38. We can read, please. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാൾ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ ഒഴുകും എന്ന് പറഞ്ഞു. ഇത് താഴത്തെ വാക്യം. ഹല്ലേലൂയ. യേശു ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള പരിശുദ്ധാത്മനെ കുറിച്ചത്രേ പറഞ്ഞത്. On the last day of the feast, the great day, Jesus stood up and cried out, "If anyone thirsts, let him come to me and drink. Whoever believes in me, as the scripture has said, out of his heart will flow rivers of living water." Now this he said about the Spirit, whom those who believed in him were to receive. For as yet the Spirit had not been given, because Jesus was not yet glorified. ഇതേ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ കർത്താവായ യേശു ക്രിസ്തു ശമരിയ സ്ത്രീയോട് പറയുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 13, 14 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. ശമരിയ സ്ത്രീയോട് പറയുന്നു, ഈ വെള്ളം കുടിക്കുന്നവനൊക്കെയും ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം നിത്യത്തിലേക്ക് ഒഴുകി വരുന്ന നീരുറവയാവുന്നു എന്ന് പറയുന്നു. Jesus told the woman in Gospel of John chapter 4 verse 13, Jesus said to her, "Everyone who drinks of this water will be thirsty again, but whoever drinks of the water that I will give him will never be thirsty again. The water that I will give him will become in him a spring of water welling up to eternal life." യേശു ക്രിസ്തു ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാൾ നിന്നുകൊണ്ട് പറഞ്ഞു, ഹല്ലേലൂയ, എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ ഒഴുകും. On John 7:37, on the last day of the feast, the great day, Jesus stood up and cried out, "If anyone thirsts, let him come to me and drink." ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ കാണാം, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച ശേഷം അവിടെ ഹല്ലേലൂയ മനുഷ്യനെ തോട്ടത്തിൽ കൊണ്ടാക്കിയ ശേഷം ഹല്ലേലൂയ മനുഷ്യനെ നദികൾ കൊടുത്തായിട്ട് കാണുവാൻ സാധിക്കുന്നു. We can see in Genesis chapter 2, after God's creation, the human being, then he placed in the Garden of Eden. 2-ാം അധ്യായത്തിൻ്റെ 10 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ 4 നദികളെ കാണാം. പീസോൻ, ഗീഹോൻ, ഗിദ്ദക്കേൽ, ഫ്രാത്ത്. In the Gospel of, in Genesis chapter 2, verse 19, we can see about the 4 rivers that mentioned there. ആദ്യത്തെ നദി പീസോൻ. The first river is called Pishon. ഈ പീസോൻ നദിയിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ പൊന്നുണ്ട്, there is gold, ഗോമേദവും ഗുൽഗുലുമുണ്ട്. നമുക്കറിയാം, പൊന്നെന്ന് പറഞ്ഞാൽ ഈ സാമ്പത്തികത്തെ കാണിക്കുന്ന ഒന്നാണല്ലോ. ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം സാമ്പത്തികത്തെ അളക്കുന്നതാണ് പൊന്ന്. The gold shows about the wealth, about the richness. അവിടെ തന്നെ കാണാം ഗുൽഗുലും ഗോമേദവും. ഈ പ്രകൃതിയിലുള്ളതായ മെഡിസിനിൽ ഏറ്റവും വിലയേറിയതാണ് ഗുൽഗുലും ഗോമേദവും. Other fruits that is very medicinal values there you can find. മനുഷ്യൻ ആവശ്യമായുള്ളത് താഴോട്ട 3 നദികളെ കൂടി കാണാം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ നദിയിൽ മനുഷ്യൻ ആവശ്യമുള്ളതെല്ലാം ഹല്ലേലൂയ മനുഷ്യന് വേണ്ടി ഈ 4 നദികളിൽ കൊടുത്തിട്ടാണ് മനുഷ്യനെ അവിടെ കൊണ്ടാക്കിയത്. The rivers that the Lord provided, everything the man needed, it is there. അതാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ, എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളും തിരുവെഴുത്ത് പറയുന്ന പോലെ ജലനദികൾ ഒഴുകും. That is the very river Jesus mentioned about the living water will flow out of those who believe. മനുഷ്യനുള്ളത് ആവശ്യമുള്ളതെല്ലാം ഹല്ലേലൂയ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഈ നദികളിലുണ്ട്. Everything that we needed for life and godliness, it is in the presence of God, in the river of God. സങ്കീർത്തനം 46-ന്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു,
ഒരു നദിയുണ്ട്, അതിന് തോടുകളുണ്ട്. In Psalms 46, verse 4 and 5, there is a river whose streams make glad in the city of God. 46-ന്റെ 4-5 വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു നദിയുണ്ട്. അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. There is a river whose streams make glad in the city of God, the holy habitation of the Most High. ദൈവം അതിൻ്റെ മധ്യയുണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. God is in the midst of her, she shall not be moved. അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. God will help her when morning dawns. ഇതേ പഴയ നിയമ ഭക്തന്മാര് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ പിതാവായ ദൈവം നദികളെ കൊടുത്തെങ്കിൽ പഴയ നിയമ ഭക്തനായ ദാവീദ് പറയുകയാണ്, ദൈവത്തിൻ്റെ ഭക്തന്മാർ പറയുന്നു, ഈ നദിക്ക് ധാരാളം തോടുകളുണ്ട്, പല പല ബ്രാഞ്ചസ് ഉണ്ട്. Old Testament saints like David says that these rivers has different branches. ഇവിടെ കാണാം, ആ വാക്യത്തിൽ തന്നെ കാണാം, ഹല്ലേലൂയ, അവിടെ നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ്. This river gives us joy. ഈ ആനന്ദ നദി നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ്. This is a joyful river. It really gives us 1 Corinthians 3:16 കാണാം, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നെന്നും അറിയുന്നില്ലയോ? 1 Corinthians 3:16 we can see that the Holy Spirit is dwells in you. ഈ ആനന്ദ നദിയിൽ നിന്ന് കുടിക്കുമ്പോഴാണ് ഹല്ലേലൂയ സന്തോഷം ലഭിക്കുന്നത്. We will receive the joy when we drink from this river of joy. സങ്കീർത്തനം 36:8 Psalms 36 verse 8. അവിടെ കാണാം, ആരെങ്കിലും ഒന്ന് വായിക്കാം. They feast on the abundance of your house, and you give them drink from the river of your delight. ആലയത്തിലെ പുഷ്ടി അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. ഈ ആലയത്തിലെ പുഷ്ടി ഉണ്ടെന്ന്. ഹല്ലേലൂയ. There is feast in the temple. ഇവിടെ തൃപ്തിയുണ്ട്. There is satisfaction in the temple. ഈ ആലയത്തിലെ പുഷ്ടി അനുഭവിച്ച് തൃപ്തി പ്രാപിക്കണമെങ്കിൽ ഈ ആനന്ദ നദിയിൽ നിന്ന് കുടിക്കണം. We must drink from the river of the delight in order to receive the joy. ഹല്ലേലൂയ. മനസ്സിലാക്കുക, ദൈവത്തെ സ്തുതിക്കുകയാണ്. Thank God Praise for the those Lord. who ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ യെശയ്യാപ്രവചനം 10:27 ഇങ്ങനെ ഒരു വാക്യമുണ്ട്. Isaiah 10:27. യെശയ്യാ 10:27 എന്ന് വായിക്കാം. അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും, നുഹം നിന്റെ കഴുത്തിൽ നിന്ന് പോകും. അടുത്തത് പുഷ്ടി നിമിത്തം നുഹം തകർന്നു പോകും. ഹല്ലേലൂയ. ഈ പുഷ്ടി എന്ന് പറഞ്ഞ എന്താണ്? ഇംഗ്ലീഷിൽ പറയുമ്പോഴേ അവിടെ ഹല്ലേലൂയ, യോക്ക് ഷാൽ ബി ഡിസ്ട്രോയ്ഡ് ബിക്കോസ് ഓഫ് ദി അനോയിന്റിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ ഹല്ലേലൂയ നമ്മൾ ഭരിക്കപ്പെടുമ്പോൾ, ആനന്ദിക്കുമ്പോഴാണ് നുഹങ്ങൾ തകരുന്നത്. Amen. In Isaiah 10:27, and in that day his burden will depart from your shoulder, and his yoke from your neck, and your yoke will be broken because of the fat. When the Holy Spirit comes upon you, the yoke will be broke down. ഹല്ലേലൂയ. സാത്താൻ മിതമായ ചുമടുകൾ നമ്മൾ തോളത്ത് കൊണ്ട് വെക്കും. Many times the devil, the Satan will put the yoke upon your shoulder. നുഹങ്ങൾ നമ്മുടെ കഴുത്തിൽ കൊണ്ടുവയ്ക്കും. It's going to put a yoke in your neck. ഇതിൽ നിന്ന് ഹല്ലേലൂയ സ്വതന്ത്രരാകുന്ന ദൈവത്തിൽ ആത്മാവിൽ ആരാധിക്കുമ്പോഴാണ്. When you worship the Lord in the Spirit, you will free. ഹല്ലേലൂയ. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്ന പുസ്തകം തന്നെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്നാണ് ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നത്. Acts of the Apostles is known as the Acts of the Holy Spirit. ആ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേ ഭീരുവായിരുന്ന പത്രോസ് ആൾ മാറി. ഹല്ലേലൂയ. ശിഷ്യന്മാർ ഒന്നിച്ച് പെന്തക്കോസ്താൽ പ്രാർത്ഥിച്ചുകൊണ്ട് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുള്ളവർക്ക് പ്രത്യക്ഷനായി. We can see in Acts chapter 2, the fiery cloven tongues were appear on those disciples. They were
യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ യെരുശലേമിൽ തന്നെ പാർക്കണം, പരിശുദ്ധാത്മാവിനെ ഞാൻ അയച്ച പിതാവിൽ നിന്ന് വാങ്ങിച്ച് നിങ്ങൾക്ക് തന്ന ശേഷം ലഭിച്ച ശേഷം മാത്രമേ ഇവിടം വിട്ടു പോകാവൂ. Jesus said, tarry in Jerusalem, you wait until the Holy Spirit came upon you. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിൽ യഹൂദയിൽ എല്ലായിടത്തും സമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാണ്. You will receive the power from above and you will be my witnesses in Jerusalem, Judea and Samaria and all the parts of the world. രണ്ടാം അധ്യായത്തിൽ ഇത് പ്രാപിച്ചപ്പോൾ പത്രോസ് ആൾ മാറി. In the chapter 2 of the Acts of the Apostles, Peter became a new person after മൂന്നാം receiving the അധ്യായത്തിലേക്ക് baptism. സുന്ദരമെന്ന ദേവാലയത്തിന് മുമ്പിരുന്ന അമ്മയുടെ ഗർഭം മുടന്തനായ മനുഷ്യൻ ഭിക്ഷയാചിച്ചു. യേശുവിൻ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, നസറായന യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. In chapter 3, we can see Peter was raising a man, a lame man. He said, silver and gold we have none, but get up and walk in the name of the Lord. ദൈവത്തിന്റെ പരിശുദ്ധാത്മ പ്രാപിച്ചു കഴിഞ്ഞാൽ ആള് മാറും കേട്ടോ. You will be changed when you receive the baptism of the Holy Spirit. ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന ആദ്യ സമയങ്ങളിലെ ഈ പെന്തക്കോസ്ത് സഭകളിലെല്ലാം കാത്തിരിപ്പ് എന്നൊരു യോഗം ഉണ്ടായിരുന്നു. When I came to the faith, there were tarry meetings in the Pentecostal churches. ഏകദേശം 40 വർഷത്തിൽ അധികമായി. ഈ കാത്തിരിപ്പ് യോഗത്തിന് വിശ്വാസികളെല്ലാം വരുമായിരുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ള ഒരു മീറ്റിംഗ്, പ്രത്യേക മീറ്റിംഗ് ആണ്. The main goal for this tarry meeting, everyone be filled in the Holy Spirit. ഇപ്പോഴങ്ങനെ ഒരിടത്തും ഒരു നോട്ടീസ് ഞാൻ കാണാറുമില്ല, അങ്ങനത്തെ പ്രാർത്ഥന ഇല്ലതാനും. There is no such meeting taking place nowadays. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മനെ പ്രാപിച്ചെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നമ്മളും സമുദായക്കാരും തമ്മിലുള്ള ആ വ്യത്യാസം വെളിപ്പെടുകയുള്ളൂ. The difference between the nominal Christians and us, we are a group of people filled with the Holy Spirit. ഹല്ലേലൂയ. ദൈവത്തിന് ഈ 65-ാം സങ്കീർത്തനത്തിലെ 4-ാമത്തെ വാക്യം, Psalm 65 verse 4. നിന്റെ പ്രാകാരങ്ങൾ പാർക്കേണ്ടത് നീ തെരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. Blessed is the man who been taken to dwell in the house of the Lord. അടുത്തത്, ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ. We shall be satisfied with the goodness of your house, the holiness of your temple. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 7-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഹല്ലേലൂയ, മകൻ അപ്പനോട് ഹല്ലേലൂയ, അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? നന്മ എത്രയധികം കൊടുക്കും. ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 11 തൊട്ട് വായിക്കണം. Matthew 7. നന്മ എന്താണെന്നുള്ളത്. ഹല്ലേലൂയ. കൊടുക്കുമോ? ഈ നന്മ എന്ന് പറയുന്നത് ആലയത്തിൽ നിന്ന് ലഭിക്കുന്ന നന്മയെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. മനസ്സുള്ള ദൈവത്തെ സ്തുതിക്കുക. The goodness that we receive from the Holy Spirit, that you received from the church. യെരമ്യാ പ്രവചനം 2-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. In Jeremiah chapter 2 says, my people did 2 evils. അവർ വായിച്ചു. ജീവജലത്തിന്റെ ഉറവായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ട കിണറുകളെ കുഴിച്ചുകൊണ്ടിരിക്കുക. എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. They did 2 evils. They forgot him and they dug up the well where there is no water. Praise the Lord. ഹല്ലേലൂയ. ഈ സഭയോർ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ വായന സൂക്ഷിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വന്നപ്പോൾ തൊട്ട് വളരെ ഹല്ലേലൂയ ദൈവവചനത്തിൻ്റെ ഹല്ലേലൂയ ആധികാരികത ഒട്ടും കുറയാതെ വളരെ ആധികാരികമായ ദൈവവചനത്തെ സൂക്ഷിക്കുന്ന സഭയും ദേവദാസൻ മകൻ ദൈവത്തെ ചേർക്കുന്നില്ല. This church and the servant of God preach the word uncompromisingly. ദൈവവചനത്തിൽ മായം ചേർക്കാതുള്ളതാണ്
പുതിയ നിയമസഭ. The New Testament church does not dilute the word of God. എന്നാൽ അനേക സ്ഥലങ്ങളിൽ ആളുകളെ കൂട്ടുവാൻ വേണ്ടി കേരളത്തിലൊക്കെ ഉണ്ട്. ഹാലേലൂയ മായം ചേർത്ത് ഹാലേലൂയ ഈ പൊട്ടക്കിണറുകളെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. In many places they are digging up the wells with no water. In many churches they are doing. വെറും പ്രോസ്പെരിറ്റി തിയോളജി മാത്രം പറഞ്ഞുകൊണ്ട് ജനത്തെ കൂട്ടുക എന്നുള്ള ഒറ്റ ഉദ്ദേശമായി നടക്കുന്നത്. Just preaching the prosperity theology to bring the crowd. എന്നാൽ ദൈവത്തിന് സഭ എന്ന് പറഞ്ഞ ദൈവത്തിന് ആത്മാവിൽ ആരാധിച്ച് ബലം പ്രാപിച്ച് ഹല്ലേലൂയ കഴുത്തിലിരിക്കുന്ന ചുമട് നീങ്ങിപ്പോയി മുഖം തകർന്നു പോയി ആത്മാവിൽ ആരാധിക്കേണ്ട സ്ഥലമാണ് ദൈവത്തിന്റെ സഭ. Church of God is a place to worship the Lord in truth and in spirit, and every yoke must be broke. എസ്കേൽ പറഞ്ഞ 47-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴേ പ്രവാചകനെ എസ്കേലിനെ ഒരു ആലയത്തിലേക്ക് ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കാണുവാൻ We can see in Ezekiel chapter 47, the prophet is being taken to the temple. ആലയത്തിന്റെ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ അടിയിൽ നിന്നാണ് വെള്ളം പുറപ്പെടേണ്ടത്. ഇപ്പൊ വെള്ളം പരിശുദ്ധാത്മാവിനേക്കാളും തുടക്കത്തിൽ നമ്മൾ വായിച്ചതല്ലേ. The water should be flowing from the very threshold of the temple. ഹല്ലേലൂയ. ഈ നദി യഥാർത്ഥ നദി പുറപ്പെടേണ്ടത് തന്നെ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ അടിയിൽ നിന്നാണ്. ഹല്ലേലൂയ. ഈ ശരിയായിട്ടുള്ള പരിശുദ്ധാത്മാവ് പ്രാപിക്കണമെങ്കിൽ ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പുതിയ നിയമസഭയിൽ വന്ന് ആരാധിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത്. You be receive the baptism of the Holy Spirit when you come together in the church and worship. The Lord will anoint you with the Spirit. ദൈവത്തിന്റെ അവിടെ കാണാം ദൂതൻ വന്നിട്ട് 1000 മുഴം അളക്കുമ്പോൾ നരിയാണിയോളമായി എന്ന് കാണുന്നു വെള്ളം. We can see that in the verse 3 of Ezekiel 47, going on eastward with a measuring line in his hand, the man measured 1,000 cubits and then led me through the water, and it was ankle deep. ആദ്യം 1000 മുഴം ആയപ്പോൾ നരിയാണിയോളം നമ്മുടെ പാദം വെള്ളത്തിലായിരിക്കുന്ന You അവസ്ഥയാണ്. can see your feet is been deep enough that നരിയാണിയോളം എന്ന് പറഞ്ഞാൽ പാദം മാത്രം വെള്ളത്തിൽ നിൽക്കുന്ന അവസ്ഥ. നരിയാണി. it was the ankle deep. ഈ പാദം എന്തിനെ കാണിക്കുന്നു? നടപ്പിനെ കാണിക്കുന്നതാണ്. Your ankle shows the way you walk. ആദ്യത്തെ പടി പരിശുദ്ധാത്മാവ് ലഭിക്കാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തിൽ വിശുദ്ധമായി നടപ്പാൻ സാധിക്കില്ല. No one can walk properly if he not been filled with the Holy Spirit. സങ്കീർത്തനക്കാരൻ ദാവീദ് പറഞ്ഞിട്ടുണ്ട്, എന്റെ നടപ്പ് നിന്റെ ചുവടിൽ തന്നെയായിരുന്നു, എന്റെ കാല് വഴുതി പോയില്ല. David says, I was walking in your way so that my steps were not slipped. നമ്മുടെ ജോലി രംഗങ്ങളിലെ ഭവനങ്ങളിലെ നാം പോകുന്നിടത്തൊക്കെ ഞാനൊരു ദൈവ പൈതലാണ്, വേർപെട്ട ദൈവ പൈതലാണെന്ന് പരസ്യമായിട്ട് പറയണമെങ്കിൽ ഈ ആദ്യത്തെ പടി നാം നടന്നിരിക്കണം. My walk, my conduct must be matching with my life in order to proclaim that I am a child of God. അല്ലെങ്കിൽ ഔദ്യോഗിക രംഗത്തായാലും കൊള്ളാം, വിദ്യാഭ്യാസ രംഗത്തായാലും എവിടെയായിരുന്നാലും ബൈബിൾ മറച്ചു വെച്ചുകൊണ്ട് പേപ്പറിൽ പൂഞ്ഞടക്കും ഞാനൊരു വിശ്വാസിയാണെന്ന് പറയത്തില്ല, മടിക്കും. People will be hesitant to say that if your walking is not matching up with your life. രണ്ടാമത്തെ പടി 1000 മുഴം വീണ്ടും അളന്നപ്പോഴേ Again he measured 1,000 and led through the water, and it was up to the waist deep, knee deep. രണ്ടാമത്തെ പടി ദൂതൻ ചേർന്നെടുത്ത് നടന്നപ്പോൾ വെള്ളം മുട്ടോളമായി. മുട്ടോളം എന്നുള്ള എന്തിനെ കാണിക്കുന്നു? പ്രാർത്ഥനയെ കാണിക്കുന്നതാണ്. The knee level shows your prayer life. ഈ രണ്ടാമത്തെ പടിയിൽ പരിശുദ്ധാത്മാവിന്റെ ലെവലിൽ എത്താത്ത ഒരു വ്യക്തിക്ക് ഹല്ലേലൂയ ഒറ്റയ്ക്കിരുന്ന് ദൈവത്തിൽ പ്രാർത്ഥിക്കാൻ സാധ്യമല്ല. If someone does not reach this level, he cannot continue in prayer life being alone. മനസ്സിലൊക്കെ ദൈവത്തെ സ്തുതിക്കുകയാണ്. Thank God. ഒറ്റയ്ക്കിരുന്ന് സഭയിൽ പറയുന്നതായ വിഷയങ്ങൾ, വിശ്വാസിയുടെ കൂട്ടുവിശ്വാസിയുടെ വിഷയങ്ങൾ, സഭയുടെ വിഷയങ്ങൾ ഒറ്റയ്ക്കിരുന്ന് സഭയിൽ നിന്ന് ആത്മാവിൽ നിന്ന് ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ, അങ്ങനെ ഒരു ആത്മപ്രേരണ വരണമെങ്കിൽ രണ്ടാമത്തെ ലെവലിലെത്തിയ വ്യക്തിയായിരിക്കണം. You have to come into the knee deep in order to pray alone in the presence of God, taking the subjects that have been mentioned in the church and praying in your own respective places. വീണ്ടും ദൂതൻ 1000 മുഴം അളന്നപ്പോൾ അരയോളമായതായിട്ട് കാണുവാൻ സാധിക്കുന്നു.
Again he measured 1,000 and led me through the water, and it was waist deep. അരയോളം വെള്ളത്തിൽ നിൽക്കുന്ന ഈ അവസ്ഥ, അരയോളം എന്ത് കാണിക്കുന്നു? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങിയപ്പോൾ നമുക്കറിയാം, ഒരു തോർത്തെടുത്ത് അരയിൽ ചുറ്റിക്കൊണ്ടാണ് ഹല്ലേലൂയ ശിഷ്യന്മാരുടെ പാദം കഴുകുവാനായിട്ട് ഇറങ്ങിപ്പുറം. The waist deep shows that the Jesus came down to wash the disciples' feet. ഇത് എന്തു കാണിക്കുന്നു? ശുശ്രൂഷ കാണിക്കുന്നതാണ്. It shows the ministry. ഒരു പാസ്റ്റായിട്ടിരിക്കണമെങ്കിൽ, സഭ നയിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹല്ലേലൂയ കർത്താവിൻ്റെ ദാസൻ ഹല്ലേലൂയ അരയോളം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. A servant of God must be filled with the Spirit minimum in a waist deep. ഇന്ന് പലരും പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമില്ലാതെ ബൈബിൾ കോളേജിൽ എവിടെയെങ്കിലും പഠിക്കും. ധാരാളം പേരെ എനിക്കറിയാം ഇവിടുത്തെ രീതിയല്ല, കേരളത്തിലെ രീതി. കർത്താവിന്റെ വേല എന്ന് പറഞ്ഞിറങ്ങും, ദൈവനാമം ദൂഷിക്കപ്പെടുന്നതിനിടയായിത്തീരും. Many people do not have a relationship with the Holy Spirit, so God's name is not going എന്നാൽ ദൈവത്തിന്റെ glorified. പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ മൂന്നാമത്തെ ലെവൽ അറ്റ്ലീസ്റ്റ് എത്തിയ ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവിന്റെ വചനവുമായിട്ട് ഹല്ലേലൂയ മിനിസ്ട്രിക്ക് ഒക്കെ ഇറങ്ങാൻ പാടുള്ളൂ. We can only minister, we need to have the infilling of the Holy Spirit at least in a waist deep. ഇനിയും പിന്നെയും 1000 മുഴം വളർന്നപ്പോൾ ഹല്ലേലൂയ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നദിയിൽ കൂടി ഹല്ലേലൂയ നടക്കുന്നതായിട്ട് കാണുവാൻ. And the next verse says again, he measured 1,000, and it was a river that I could not pass through, for the water had risen. It was deep enough to swim in, a river that could not be passed through. ഹല്ലേലൂയ. ഈ 4ാമത്തെ ലെവലാണ് ഹല്ലേലൂയ നിന്ന് സൂക്ഷിക്കുമ്പോഴാണ് ഭൂതങ്ങൾ അലറി ഓടുന്നത്. The 4th level you can see when you minister, the demons are fleeing. രോഗസൗഖ്യങ്ങൾ നടക്കുന്നത്. The healing ministry take place. ഹല്ലേലൂയ. തിരുവനന്തപുരത്ത് ഒരു സഭയുണ്ട്, നെടുമ്പങ്ങാട് പരിയാരം എന്ന് പറയുന്ന ഒരു സഭ. ആ സഭയിൽ ഹല്ലേലൂയ വർഷങ്ങൾ 1997 സ്ഥലം വാങ്ങിച്ച് അവിടെ ബിൽഡിംഗ് പണിതാണ്. 1997 the church was built in Trivandrum place called Pariyaram. അവിടുത്തെ ദൈവമക്കൾക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന സഭയാണ്. എന്നാൽ അത് ബിൽഡിംഗ് ഒക്കെ ഇരിക്കുന്നത് എൻ്റെ പേരിൽ തന്നെയാണ്. The building belongs to me. അവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ആരാധന നടത്താൻ സമ്മതിക്കത്തില്ല. തൊട്ടടുത്ത് ഒരു ക്ഷേത്രമുണ്ട്. There is next to a temple, and they won't allow us to continue worship there. ലോക്കൽ പോലീസിൽ എന്നെ പിന്നെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ടുകൊണ്ട്, വില്ലേജ് ഓഫീസിലൊക്കെ എല്ലാ ഗവൺമെൻറ് ലെവലിലും ഓരോ പ്രാവശ്യവും എന്നെ കയറ്റി ഇറക്കാറുണ്ട്. They are asked us to allow me to go to the police station, village office and panchayat office. അന്നോട്ട് നടക്കുകയാണ്. I was working behind it. എന്നാൽ ഇന്ന് വരെയും അത് സ്റ്റോപ്പ് ചെയ്യിക്കാനായിട്ട് അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. Nobody ever able to stop the worship there. ആരാധന നിർത്തിവെക്കണം എന്നുള്ളതാണ് ഈ അമ്പലത്തിൻ്റെ അധികാരികളുടെ ആവശ്യം. The temple people wanted to stop this worship here. റൂറൽ SP DSP എല്ലായിടത്തും കൊണ്ടുപോയി. എല്ലായിടത്തും ഇനി പോകാൻ തിരുവനന്തപുരത്ത് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വരെ കത്ത് കൊടുത്ത് അതിന് മറുപടി കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. In different places they complained about me and about the worship. അവസാനം ആ ക്ഷേത്രത്തിൻ്റെ അധികാരി ഹൈക്കോടതിയിൽ എറണാകുളത്ത് കൊണ്ട് ഒരു കേസ് കൊടുത്തു. And he actually petitioned in the High Court. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് കുറച്ച് ദിവസം മുമ്പേ എനിക്ക് പേപ്പർ വന്നു. A few days before I came here, I received the notice. കളക്ടറേറ്റ് ഒരു കോപ്പി കളക്ടറേറ്റ് വന്നിട്ടുണ്ട്, ഒരു കോപ്പി നെടുമങ്ങാട് DYSPക്ക് വന്നിട്ടുണ്ട്, ഒരു കോപ്പി എനിക്കും വന്നിട്ടുണ്ട്. I received a copy, and another copy went to the collectorate, and another copy went to the police station. അപ്പോൾ ആദ്യം കളക്ടറേറ്റ് വിളിച്ചു. കളക്ടറേറ്റിൽ കൊണ്ട് എൻ്റെ റെക്കോർഡുകൾ കൊണ്ട് എല്ലാം പറഞ്ഞു, എല്ലാം കാണിച്ചു. കളക്ടറെല്ലാം നോക്കി റിപ്ലൈ ഹൈക്കോടതിക്ക് എഴുതിക്കോളാമെന്ന് പറഞ്ഞു. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ആളിനെയും വിളിച്ചു. They called me into the collectorate, and again they called the people who are in charge of the Hindu temple. രണ്ട് കളക്ടറേറ്റിലെ കഴിഞ്ഞപ്പോൾ DYSP നെടുമങ്ങാട് DYSP എന്നെ വിളിച്ചു. The police officer also called me. മധു എന്ന് പറയുന്ന ആ ക്ഷേത്രത്തിൻ്റെ ആളിനെയും വിളിച്ചു. And also called the other party. തലേ ദിവസം ഈ മധു എന്ന് പറയുന്ന ആളിനെ DYSP വിളിച്ച് റൈറ്ററേയും കൊണ്ട് റിപ്ലൈ എല്ലാം എടുത്ത് ഹൈക്കോടതിക്ക് ഉത്തരം കൊടുക്കാനായിട്ടാണല്ലോ, മറുപടി കൊടുക്കാനായിട്ട് എല്ലാം
റെക്കോർഡെല്ലാം എഴുതി വാങ്ങിച്ചു. The day before that I went, he called the other party and made the police officer, all the report needs to be sent to the High Court. പിറ്റേ ദിവസം പിന്നെ ഞാൻ ചെല്ലാനായിട്ട് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ എൻ്റെ രേഖകളെല്ലാം കൊണ്ട് കാണിച്ചു. അത് നോക്കുന്നതിനിടെയായിത്തീർന്നു. Next day I went to the office and police office and I provided all the documents that needed. അപ്പം നോക്കിയപ്പോൾ നിയമപരമായിട്ട് 97 തൊട്ട് നമുക്ക് എല്ലാ രേഖകളും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നതിനിടയായിത്തീർന്നു. അപ്പം എന്നോട് DYSP പറഞ്ഞു, റൈറ്റർ അപ്പുറത്തെ മുറിയിലുണ്ട്, ആ റൈറ്റർ അടുക്ക ചെന്ന് പറഞ്ഞു കൊടുക്കണം, അവരെ എല്ലാം എഴുതിയെടുത്ത് ഹൈക്കോടതിയിലേക്ക് എറണാകുളത്ത് കൊടുക്കാനുള്ളതാണെന്ന്. So I was able to provide all the documents that needed, and the police officers were able to their office provided all the letters needs to send to the High Court. ഞാൻ ഈ റൈറ്റർ അടുക്ക ചെന്നപ്പോൾ ഒരു ഹൈന്ദവ സഹോദരനാണ്, പ്രായം വളരെ കുറവ്, ഒരു 40 വയസ്സേ കാണത്തുള്ളൂ. I met with a Hindu brother there. എന്നോട് അടുക്ക ഇരിക്കാൻ പറഞ്ഞു. He asked me to sit here. എന്തോ പാസ്റ്റർ വിഷയം? ഞാൻ പറഞ്ഞു നടന്ന വിഷയങ്ങളെല്ലാം അതുപോലെ പറഞ്ഞു. I explained all the issues. അപ്പം ആ നായർ സഹോദരൻ എന്നോട് പറഞ്ഞ വാക്കുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹല്ലേലൂയ. ആത്മാവിലുള്ള ആരാധനയുടെ പ്രത്യേകത മനസ്സിലാക്കണം, അതിനുവേണ്ടി പറയുന്നു. To understand how, the reflection of the Holy Spirit worship. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ നിങ്ങൾ അവിടെ ആരാധിക്കുന്നത് കൊണ്ട് ആ മധുവിനും ഒരു എതിരുമില്ല. And these people has nothing against us because you are worshipping there. പിന്നെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ എന്നോട് ആ മധു പറഞ്ഞ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഹൈക്കോടതിയിൽ അയച്ചു കൊടുക്കാൻ പോവാണ്, ഇങ്ങനെയാണ് പറഞ്ഞത്. ഇവരവിടെ സാധാരണ ആരാധന ഞായറാഴ്ച നടത്തിയാലൊന്നും കുഴപ്പമില്ല. If it was an ordinary worship place, we didn't have no problem. ഇടയ്ക്കിടയ്ക്ക് ഇവർ കൂടിയിട്ട് ഒരു ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞു വരുന്നു. വേണം പുറത്തൊക്കെ ആൾക്കാർ വന്നൊരു മീറ്റിംഗ് ഉണ്ട്. Once in a while they come as a tarry meeting. ആ മീറ്റിംഗ് നടത്തി കഴിയുമ്പോഴേ after that meeting എൻ്റെ ദേവി അവിടുന്ന് അങ്ങ് ഓടിപ്പോവും. their God is actually leave that place. പിന്നെ ദേവിയെ ഞാൻ പിടിച്ചോണ്ട് വരാൻ വേണ്ടി പണ്ട് എനിക്ക് 25,000 രൂപ മതിയായിരുന്നു, ഇപ്പൊ എനിക്ക് വലിയ തുക ചെലവാവുക. Before I only need to spend 25,000 rupees, now I have to spend a lot of money to bring my goddesses back. ഈ 50,000 രൂപയോളം ചെലവാക്കി വേണം ഞാൻ തിരിച്ചാ ദേവി അവിടെ കൊണ്ട് പിടിച്ചിരുത്താൻ. For me to bring that goddesses back, I need to spend at least 50,000 rupees. മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുകയാണ്. Praise God. നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഒന്ന് മനസ്സിലാക്കണം. To understand എന്റെ the power അനുഭവത്തോടെ of God we ബന്ധത്തില serve. ഇത് ഓൺലൈൻ എവിടെ കേട്ടാലും എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ ജീവിതത്തിൽ നടന്ന എഴുതി കൊടുത്തിരിക്കുന്ന എറണാകുളത്ത് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഉത്തരമായത്. This is what has been given to the High Court. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു അഡ്വക്കേറ്റ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയും ഞാൻ ഒരു അഡ്വക്കേറ്റിനെ കാണാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് പോയിട്ടില്ല. I never went to see a lawyer in my lifetime. എന്നാൽ നെയ്യാറ്റിനുള്ള ഒരു അഡ്വക്കേറ്റിനെ കണ്ട് 25,000 രൂപ മോനോട് പോലും പറഞ്ഞിട്ടില്ലേ, 25,000 രൂപ കൊണ്ട് ആ വക്കീലിന് അഡ്വാൻസ് കൊടുത്തിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. I gave 25,000 rupees to a lawyer to take care of this case. അല്ലെങ്കിൽ അവിടെ അഡ്വക്കേറ്റ് പോയി എറണാകുളത്ത് അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ ആ മധുവിന് അനുകൂലമായിട്ട് വിധി വരും. If I do not have a representative in the court, they will have a favorable decree. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം ഈ റൈറ്റർ പറഞ്ഞ സ്ഥിതിക്ക് ഹല്ലേലൂയ ഇതാണ് എഴുതി കൊടുത്തിരിക്കുന്നതെങ്കിൽ ജയം നമുക്ക് ഉറപ്പാണ്. I completely have a guarantee that I will be victorious. നമ്മൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത്. മാത്രമല്ല ഒരു ദിവസം ഈ ലോക്കൽ പോലീസ് സ്റ്റേഷൻ എന്നെ വിളിച്ചെന്ന് പറഞ്ഞല്ലോ, അവിടെ ഈ മധു നിൽക്കുമ്പോഴേ പറഞ്ഞു, ഹല്ലേലൂയ സാറേ ഈ വ്യക്തി അവിടെ കൂടെ വരാറുണ്ട്, വരാതിരുന്ന അവിടെ ഒരു കുഴപ്പവുമില്ല, വരുമ്പോൾ വേറെ പുറത്തുനിന്നൊക്കെ ആൾക്കാരെ കൂട്ടി വലിയൊരു പ്രാർത്ഥന നടക്കുമ്പോൾ എനിക്ക് കുഴപ്പം, അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരുന്നാൽ മതി, അവർ ഞായറാഴ്ച വന്ന് പ്രാർത്ഥിച്ചിട്ട് പൊക്കോട്ടെ. The problem when he has this tarry meeting, when bring all the people, then only the problem, otherwise there is no problem. ഈ നദി ഒഴുകിക്കഴിഞ്ഞാലുണ്ടല്ലോ ഹല്ലേലൂയ ശത്രുക്കളെല്ലാം ഇളവും, സാത്താൻ ഇളവും. When the river begin to flow, all the enemies will be started to rise up. ആത്മാവിൽ ആരാധിക്കുമ്പോഴാണ് ഹല്ലേലൂയ ശത്രുവായ സാത്താൻ പിന്നെ ഇരിപ്പിടമില്ല കേട്ടോ. When you begin to worship the Lord in spirit, the devil cannot stay there. ഞങ്ങൾ ട്രിവാൻഡ്രം മേഖലയിൽ ഉള്ളിലോട്ടൊക്കെ പോയി സൂക്ഷിക്കുന്നതുകൊണ്ട് അറിയാം. പണ്ടൊക്കെ ഞാൻ വിശ്വാസി വന്നിടയ്ക്ക് ഇവിടെ ആരാധനയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരു സാത്താനെങ്കിലും ഇളവുമായിരുന്നു.
In the early days when we go in the inner part of Trivandrum, when we worship, the devil usually come out. നിങ്ങൾ വിചാരിക്കും ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ എല്ലാം ക്രിസ്ത്യാനിയല്ല, പട്ടണത്തിനകത്ത് മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനി. ഉള്ളിലോട്ട് നെടുമങ്ങാട് നെയ്യാറ്റിങ്കര ഭാഗങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ അറിയാവുന്നവർക്കറിയാം, അവിടെയൊക്കെ ഈ വളരെ ഈ പെട്ടെന്ന് ഈ ജാതിയിൽ നിന്നൊക്കെ വിശ്വാസത്തിൽ വന്നവരാണ്. അവർ ഒരു വീട്ടിൽ തന്നെ രണ്ടു കൂട്ടരും കാണും. You can see when you go inside interior of the Trivandrum area, there are so many Gentiles. Some of them are the converts there. ആരാധനയിൽ ഞാൻ ആദ്യകാലത്ത് ആരാധനയ്ക്ക് ചെല്ലുമ്പോൾ ഈ ആരാധന മധ്യത്തിൽ ഈ ഭൂതം വിളവുമായിരുന്നു. In the early days of my ministry, when the middle of worship, actually the devil will manifest. ഇപ്പൊ നോക്കിയിട്ട് ഒരു ഭൂതം വിളകുന്നില്ല. Nowadays there is no manifestation. എനിക്ക് മനസ്സിലായത് I came to know, ഭൂതമില്ലാഞ്ഞിട്ടല്ല, not because of there is no devil sitting there. ഇപ്പൊ എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റാ. This is all kind of an adjustment worship now. മനസ്സിലുള്ളവർക്ക് ദൈവത്തെ I thank God for those who came to know. ആദ്യകാലത്ത് നമ്മുടെ അപ്പച്ചന്മാര് പിതാക്കന്മാര് ഇറങ്ങി ഹല്ലേലൂയ യേശുവിനെ ഉയർത്തുമായിരുന്നു. In the early days our patriarchs lift up Jesus. ഈ കർത്താവിനെ അങ്ങോട്ട് ഉയർത്തി ആത്മാവിൽ ആരാധിച്ചു കഴിയുമ്പോൾ പിന്നെ ഇതിന് ഇരിക്കാൻ ഒക്കത്തില്ല കേട്ടോ. When we lift Jesus and begin to worship, the devil cannot stay there. രക്തത്താൽ ക്ഷയമെടുക്കുന്നു. ഞാൻ ആദ്യകാലത്ത് സൂക്ഷിച്ച് ഇറങ്ങി നടന്ന സംഭവം കേട്ടോ. These are the things that happened in my life. ഒരു ചർച്ചിലെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോഴേ ഒരു കർത്താവിന്റെ ദാസൻ ഗസ്റ്റായിട്ട് ഇവിടെ കയറി വന്നു. There was a guest speaker came when I was conducting a tarry meeting. അവിടെ ആരാൻ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് was taking place. ആരാൻ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ഭൂതമളയി. There was a manifestation. ആ നടത്തിക്കൊണ്ടിരുന്ന കർത്താവിന്റെ ദാസൻ ഈ ഭൂതത്തിന്റെ തലയ്ക്കൊന്ന് കൈവച്ചു. The person who came and he laid his hand upon this evil possessed person. അപ്പം ഈ പാസ്റ്റർ, അവിടുത്തെ പാസ്റ്റർ ഈ ഗസ്റ്റായിട്ട് വന്ന പാസ്റ്ററോട് പറഞ്ഞു, ഉപവാസ പ്രാർത്ഥനയല്ലേ, ഈ ഗസ്റ്റായിട്ട് വന്ന പാസ്റ്ററോട് പറഞ്ഞു പാസ്റ്ററുടെ തലയിൽ കൈ വെക്കാൻ വന്നു. So this guest invited speaker also asked the person there in charge, taking him to pray. ഈ പാസ്റ്റർ തലയിൽ കഴിച്ചപ്പോൾ ഈ ഭൂതം പറഞ്ഞു, നീ എൻ്റെ തലയിൽ നിന്ന് കൈയിട്, മറ്റേ പാസ്റ്റർ വെച്ചോട്ട്, നീ 4 പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് ഉപവാസം ഒന്നും പറഞ്ഞു കൈ എടുക്കാൻ പറഞ്ഞു. You came here not with the fasting, the devil actually spoke. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ, ഈ ഭൂതത്തിന് ഇതെല്ലാം അറിയാം കേട്ടോ. Children of God, the devil also knows things. അതുകൊണ്ടാ പമ്മി ഇരിക്കുന്നവൻ അനങ്ങാതിരിക്കുക, എനിക്കൊരു കുഴപ്പമില്ല, തണുപ്പ് പറ്റിയിരിക്കുക. അതുകൊണ്ടാണ്, that's the reason why the devil is actually staying in a cool place. ആ കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, തണുപ്പുള്ളിടത്ത് ഇവൻ കയറിയിരിക്കും. Jesus is very clearly mentioned that it stays in a very cold place. ചൂടങ്ങോട്ട് തീ കത്തിക്കഴിഞ്ഞാൽ തന്നെ ഇളവും. When the fire erupts, these serpents will come out. ഹല്ലേലൂയ. അണലി ഒളിച്ചിരുന്നില്ലേ? ഹല്ലേലൂയ. The viper was hiding. നാമത്തിൽ പൗലോസിന് മനസ്സിലായി, ചൂട് പോരാ, ചൂട് പോരാ, ചൂട് പോരാ. Paul knew there is not enough hot, there is not enough heat. പൗലോസ് എന്ത് ചെയ്തു? പിന്നെയും വിറവ് പിറക്കിയിട്ടു. Paul again continued to add these wooden logs. അവിടെ ബർബർമാർ നോക്കിയപ്പോൾ ആവശ്യമുള്ള ചൂട് കൊണ്ട് എല്ലാം കൊണ്ട് ഓക്കെ, ഒരു കുഴപ്പമില്ല. There is fine weather there. പക്ഷെ പൗലോസിനറിയാൻ ചൂട് പോരാ, ചൂട് പോരാ. But Paul knew there is not enough heat, there is not enough fire. അണലി പുറത്തു വന്നു. The viper came out. ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, ചൂട് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഈ പമ്മി ഇരിക്കുന്ന അണലി ഒന്നും ഇരിക്കത്തില്ല, ചാടി വരും. Children of God, when the fire ignites, none of the devil can stay here. കർത്താവിന്റെ ദാസന്റെ കയ്യെ ചുറ്റി. I mean, the viper actually stabbed her in his hand. ഹല്ലേലൂയ. അപ്പൊ ഈ ബർബർമാർ വിചാരിച്ച് തീർന്നു, ഈ മനുഷ്യൻ വലിയ പാപിയാ, ഇപ്പൊ ഇവിടെ കൊണ്ട് തീർന്ന കഥയെന്ന് വിചാരിച്ചു. The people around there thought that he is a sinner, he is going to die. പൗലോസ് കുടഞ്ഞു കളഞ്ഞു അതിനെ. Paul actually shook up that snake. ദൈവത്തിന്റെ ദാസന്മാരെ ദൈവം ശക്തി കൊടുത്താ വിട്ടിരിക്കുന്ന കേട്ടോ, ഇതിനെ കുടഞ്ഞു കളയാനുള്ള ശക്തി. Children of God, the servants of God are anointed by the power of God.